ഇവിടെ ശത്രുക്കളുടെ ആവനാഴിയിലെ സകലമാന വാക്ശരങ്ങളും നിഷ്പ്രഭമായി പോവുകയാണ്. കാരണം ശത്രു പറഞ്ഞു കേൾക്കാൻ കാത്തു നിൽക്കാതെ ശത്രു പറഞ്ഞു നോക്കുന്നത് ഒരാശയത്തെ, ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു ധർമ്മസംഹിതയെ തകർന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. തീർച്ചയായും ഏതൊരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും അങ്ങനെയാണ്. അതെല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ബാധകമാണ്. ധാർമ്മികമായ മതങ്ങൾക്ക് ബാധകമാണ്. അത് മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങൾക്കും ബാധകമാണ്. ഇടതുപക്ഷക്കാരെ വലതുപക്ഷം വിമർശിക്കുന്നത് ഇതൊന്ന് തകർന്നു കിട്ടട്ടെ എന്ന മോഹം കൊണ്ടാണ്. എന്നാൽ ഇടതുപക്ഷം നന്നാവണമെന്ന് ആഗ്രഹിച്ച് ഇടതുപക്ഷത്തിനകത്തുനിന്ന് തന്നെ ശക്തമായ തിരുത്തലുകൾ വരുമ്പോൾ വലതുപക്ഷത്തിന്റെ നാക്കടഞ്ഞു പോവുകയാണ്. അതാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ ആമുഖമായി കാണുന്ന ഒരു വലിയ സന്തോഷം ഇതാണ്. IDCയുടെ വളർച്ച മാത്രമല്ല, IDC എങ്ങനെയാണ് സമൂഹ മധ്യത്തിൽ ഇങ്ങനെ സത്യസന്ധമായ ഒരു ബിംബം, ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് ബോധപൂർവമല്ല, സത്യസന്ധമായി നടത്തുന്ന ഏറ്റവും നേരായ, ഏറ്റവും സ്വാഭാവികമായ ഒരു ഇടപെടലാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളക്കരയിൽ എന്നല്ല, ഇന്ത്യയിലാകെ ഇസ്ലാം മതം പ്രചരിച്ചത് ഇന്ന് പലരും ചെയ്യുന്നത് പോലുള്ള സംഘടിതമായ മതപരിവർത്തന ശ്രമങ്ങൾ കൊണ്ടല്ല. വലിയ തോതിൽ ആസ്തിയുള്ള മതപരിവർത്തന സംഘടനകൾ കേരളത്തിലെ പല മതസംഘടനകൾക്കുണ്ട്. അതിന് കിം എന്ന് പേരിട്ട് വിളിച്ചാലും, കേരള ഇസ്ലാമിക് മിഷൻ എന്ന് പേരിട്ട് വിളിച്ചാലും, നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പേരിട്ട് വിളിച്ചാലും, ഏറ്റവും കോടിക്കണക്കിന് ആസ്തിയുള്ള സംഘടനകളായി നമ്മുടെ മതപരിവർത്തന സ്ഥാപനങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന സംശയങ്ങൾ, ആശങ്കകൾ ചെറുതല്ല, അത് വലിയ തോതിൽ ആ മതത്തെക്കുറിച്ച്, ആ സമൂഹത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അതേ സമയത്ത് ഇങ്ങനെയല്ല. ഇങ്ങനെയാണ് ഞങ്ങൾ പറയാതെ ജീവിച്ചുകൊണ്ട് ജീവിത മാതൃകയായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെട്ട് ഇതാണ് ഞങ്ങളുടെ ആശയമെന്ന്, ഇതാണ് എന്റെ സന്ദേശമെന്ന് മഹാത്മാജി പറഞ്ഞതുപോലെ എനിക്ക് ഒന്നും പറയാനില്ല, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് സൂഫി വര്യന്മാർക്ക് പിറകെ ജാതി മത ഭേദമില്ലാതെ മനുഷ്യന്മാർ വരികയും കേരളക്കരയിലും പുറത്തും ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾ നാട് ഭരിച്ച സുൽത്താൻമാരൊന്നും അവരുടെ അധികാരം ഉപയോഗിച്ച് മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ ദയനീയമായിട്ട് പരാജയപ്പെടും. അങ്ങനെ നിവൃത്തികേടുകൊണ്ട്, അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് പരിവർത്തനം ചെയ്യപ്പെട്ട മനസ്സുകളൊക്കെ ചരിത്രത്തിൽ തീവ്രമായ ശക്തിയോടെ തിരിച്ചുപോയിട്ടുണ്ട്.